ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് കമലനെ ബോസ് വല്ലാതെ ഉപദ്രവിച്ചവിടുന്ന് പോവാണേ. ശേഷം ഇതേ സമയം കളക്ടറേറ്റിലെ ശാലിനിയുടെ മിനിസ്റ്റർ ചീത്ത പറയുവാണേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനൊരു ആരോപണം നേരിടുന്ന ആളുടെ ഭാര്യ ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോ എത്ര പേരോട് ഞാൻ സമാധാനം പറയേണ്ടി വരും എന്നറിയാമോ? ശാലിനി തല താഴ്ത്തിയിരിക്കുക. എല്ലാവർക്കും ഞാൻ എന്ത് നടപടി എടുക്കുന്നതെന്ന് അറിയണം. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. അതുകൊണ്ട് മുഖം രക്ഷിക്കാനായി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നോട് മനസ്സുകൊണ്ട് ദേഷ്യമൊന്നും തോന്നരുത്. കുറച്ചു നാളത്തേക്ക് ശാലിനി ഒന്ന് മാറി നിൽക്കണം. ഇത് കേൾക്കുമ്പോ തന്നെ ശാലിനി അങ്ങ് ഞെട്ടിപ്പോകും. സസ്പെൻഷനോ മറ്റൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. നിർബന്ധിത ലീവ്, അങ്ങനെ ഒരു വാക്ക് ഇതിനുപയോഗിക്കാൻ പറ്റൂ. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എന്നിട്ട് നമുക്ക് ലീവ് ക്യാൻസൽ ആക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. ശാലിനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. തല താഴ്ത്തി നിൽക്കുക. ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് സാധ്യമല്ല. ഞാൻ പറഞ്ഞതിലെ തെറ്റായിട്ടൊന്നും ഇല്ലെന്ന് ശാലിനിക്ക് തന്നെ അറിയാലോ. ഒരുപാട് ദുഷ്പേരുകൾ കേട്ടിട്ടുള്ളതാ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. എന്നെ ആ കസേരയിൽ ഇരുത്താൻ നിന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, എനിക്ക് കുറച്ച് നല്ല ഉദ്യോഗസ്ഥരെ കൂടെ തരണമെന്ന്. ഭരണത്തുകാർ ഇന്ന് വരെ അഴിമതിയുടെ കറ പുരളാതെ ഇവിടെ വരെ എത്തിക്കാനും പറ്റി. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ വേണമെന്ന് എനിക്കൊരാഗ്രഹമുള്ളൂ. വെറുതെ ആണെങ്കിലും പ്രതിപക്ഷത്തിനെ തല്ലാൻ ഒരുപടി നമ്മളായിട്ട് തന്നെ കൊടുക്കണം ശാലിനി. അതിനൊരു മുൻകരുതലാ ഈ നിർബന്ധിത ലീവ്. മറ്റൊന്നും തോന്നരുത്. മറ്റുള്ളവരുടെ കണ്ണ് കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലുടുക്കു പണിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, ശാലിനിക്ക് ഒട്ടും താല്പര്യമില്ല. അവരുടെ ശത്രുക്കളുടെ ഉദ്ദേശം ഇത് തന്നെയാണെന്ന് ശാലിനിക്ക് അറിയാലോ. ശാലിനി പറയും ഓക്കെ സർ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്രനെ ആരോട് ഫോണിൽ സംസാരിക്കുമ്പോ ചന്ദ്രബോസ് അങ്ങോട്ട് വരികയാണേ. വന്നുടനെ ഷെയ്ഖാന്റെ കൊടുക്കും. പറഞ്ഞ പോലെ തന്നെ പണി പറ്റിച്ചല്ലേ, ഇങ്ങനെ കാശ് പൊട്ടിയിട്ടുണ്ട്, അതെല്ലാരും കൂടെ പിരിച്ചു തരണം. ഉപേന്ദ്രൻ പറയും അതൊക്കെ തരാം. അവിടെ കുപ്പി പൊട്ടിച്ചിരിക്കുക സുസ്മിത. ശാലിനിയെ കസാരയിൽ നിന്ന് പുറത്താക്കിയതിന്റെ വിജയാഘോഷത്തിനായിട്ട് വാ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് ചെല്ലണേ. അവിടെ രോഹിത്തുണ്ട്. ഈ സമയം ശ്യാം ഇതൊന്നും അറിഞ്ഞില്ല. ശ്യാമ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ ബോസ് സംസാരിക്കുന്നത് കേൾക്കണേ. ഈ കുപ്പിയിലൊന്നും ശാലിനിയെ കസേരയിൽ നിന്ന് വലിച്ച് താഴെ ഇട്ടതിന്റെ കട തീരില്ല കേട്ടോ. ഈ ചാനലുകാർക്ക് കൊടുത്തു. വിഷ്ണുവിന്റെ ലോറിയിലെ സ്പിരിറ്റ് വെക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ കാശ് എന്റെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇത് എനിക്ക് വേണ്ടി മാത്രം ചെയ്തല്ല, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ. സുസ്മിത പറയും ചിറ്റപ്പ, ഇത് ചിറ്റപ്പ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പുണ്യാ. ഈ പുണ്യത്തിന് കണക്ക് നോക്കാതെ ഈ സുസ്മിത കാശ് വരും. ഉപേന്ദ്രൻ ചോദിക്കും ഇതെങ്ങനെ ഒപ്പിച്ചു? ശാലിനിയുടെ കസേര മാറ്റം അവളെ അറിഞ്ഞോണ്ട് കഴിഞ്ഞതോ അതോ ഒഴിപ്പിച്ചതോ? ബോസ് പറയും സേവ് ചെയ്യാനോ അവളോ? എടോ, മന്ത്രിയെ കൊണ്ട് നിർബന്ധിത ലീവിൽ പോണെന്ന് പറയിപ്പിച്ചു. മന്ത്രിക്ക് തറയിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പ്രഷർ കൊടുത്തു. ഇതെല്ലാം കേട്ട് ശ്യാമൻ ഞെട്ടി നിൽക്കണം അവിടെ. അങ്ങനെ ബോസ് പറയും മീഡിയ, പ്രതിപക്ഷം, പൊതുജനങ്ങൾ, അങ്ങനെ 3 ആൾക്കാരുടെ ഇടയിൽ നിന്നും ഫോണ്, മെസ്സേജ്, അങ്ങനെ മന്ത്രിയുടെ സത്യസന്ധതയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു. ഒടുവില് മന്ത്രിക്ക് തന്റെ വാത്സല്യ ശിഷ്യയോട് പറയേണ്ടി വന്നു, ലീവിൽ പോണം മോളെ. സുസ്മിത പറയും ചിറ്റപ്പ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ചിറ്റപ്പൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പെഗ് വെച്ചു കൊടുക്കുക. എങ്കിലും എത്ര വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഉപേന്ദ്രൻ പറയും ഇപ്പൊ നമ്മൾ ചിയേഴ്സ് പറയാൻ പോകുന്നത് ഒരു ഇരട്ട സന്തോഷത്തിന്റെ പേരിലാ. രോഹിത് പറയും ഇരട്ട ജീവപര്യന്തം കേട്ടിട്ടുണ്ട്, ഇതിപ്പോ ഇരട്ട സന്തോഷം എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഉപേന്ദ്രൻ പറയും ശരിക്കും പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും ഇതൊരു ജീവപര്യന്തം തന്നെയാ. ഒരാൾക്ക് ജോലി സ്ഥലത്തും നാട്ടിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒടുവിൽ എന്തായി? കളക്ടർ സ്ഥാനത്തുനിന്ന് വീട്ടിലേക്കുള്ള കസേര മാറ്റം. ഒരു കണക്കിന് ശാലിനിക്കായിട്ട് മന്ത്രി അനുവദിച്ചത് ജീവപര്യന്തം തന്നെയാണ്. പുറത്തിറങ്ങാൻ പറ്റുമോ? ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുമോ? എന്തിന് ഫോൺ പോലും ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഭാര്യയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ അവസ്ഥ പറയണം. പോലീസ് തലങ്ങും വിലങ്ങും ഓടിപ്പാഞ്ഞ് നടക്കില്ല. പുറത്തിറങ്ങാൻ പറ്റുമോ? ആരോടെങ്കിലും സഹായം ചോദിക്കാൻ പറ്റുമോ? നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതും ജീവപര്യന്തം ശിക്ഷ തന്നെയാ, അതും ഒറ്റ വിധിയിലെ. അപ്പോ ഇന്നത്തെ ചിയേഴ്സ് ഈ ഇരട്ട ജീവപര്യന്തം സന്തോഷത്തിന് തന്നെ. ചിയേഴ്സ് എന്ന് പറഞ്ഞ 4 ആളും കൂടെ അവിടെ ഇരുന്ന് മദ്യപിക്കണേ. ശ്യാമ ഇതെല്ലാം കണ്ട് സങ്കടത്തിൽ നിൽക്കണേ. സുസ്മിതയ്ക്കും ചിറ്റപ്പ ഇനി എന്താ അടുത്ത് നമ്മുടെ പ്ലാൻ? ബോസ് പറയും ഇനിയുള്ളതൊരു വെടിവെപ്പ, കാടിളക്കിയുള്ള ഒരു വെടിവെപ്പ്. അതില് ഒളിച്ചിരിക്കുന്ന വിഷ്ണു പുറത്തു ചാടണം, അവന് ചാടിക്കണം. രോഹിത് പറയും അതത്രയ്ക്ക് പെട്ടെന്നൊന്നും നടക്കില്ല, കാരണം കുറുക്കന്റെ ജന്മം അവനുള്ളത്. കുറച്ചു കാലം വിഷ്ണു ബ്രോ എന്ന് വിളിച്ച് അവന്റെ പിന്നാലെ നടന്നിട്ടുള്ളത് കൊണ്ട് അറിയാം, അവൻ പിടികൊടുക്കാതിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആപത്താണ്, പ്രത്യേകിച്ചും ചന്ദ്രബോസ് സാറിന്. രോഹിത് പറയടാ, ഇത്രയൊക്കെ ചെയ്യാൻ അറിയെങ്കിൽ അവന്റെ ജീവൻ എടുക്കാം. എനിക്കാണ് വിധിയെങ്കിൽ അത് ഞാനിങ്ങ് എടുത്തോളാടാ. എന്റെ കാൽ ചുവട്ടിലേക്ക് അവൻ വരട്ടെ. പ്രതിയെ പിടിക്കുന്നതിനിടയിലെ ജീവൻ ആപത്ത് വരുന്നു തോന്നുകയാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് സിറ്റി കമ്മീഷണർ ഓഫ് പോലീസർക്ക് റിവോൾവർ ഉപയോഗിക്കാൻ അറിയാൻ പറ്റുമെന്ന് അറിയാലോ. ചുട്ടുകളയും ഞാൻ അവനെ. എന്റെ അടുത്ത് അധികം കളിക്കാൻ വന്ന. സുസ്മിത ചിറ്റപ്പ അത് അറ്റകൈ പ്രയോഗമല്ലേ. അതിനു മുമ്പ് നമുക്ക് അവനെ കൊണ്ട് സറണ്ടർ ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇവിടെ തെളിയാതെ കിടക്കുന്ന സ്പിരിറ്റ് കേസുകളെല്ലാം ചാരായം മാറ്റിയതടക്കം അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കണം. ഇനി മുതൽ നാട്ടുകാർ അവനെ സ്പിരിറ്റ് വിഷ്ണു എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. ഭർത്താവ് സ്പിരിറ്റ് വിഷ്ണു ആയിട്ട് അകത്തുപോയ കളക്ടർ അഭിമാനോർത്ത് ഒന്നെങ്കിൽ രാജിവെക്കും, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങിച്ച് ഏതെങ്കിലും അന്യ സംസ്ഥാനത്തേക്ക് പറക്കും, ഇല്ലെങ്കിൽ പറപ്പിക്കും അവളെ. ഉപേന്ദ്രൻ പറയും അപ്പൊ നമ്മളിവിടെ നമ്മുടെ മദ്യ ബിസിനസ് ഇവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ പുതിയ മദ്യ രാജാക്കന്മാർ പിറവിയെടുക്കും. സുസ്മിത പറയും തെറ്റി, രാജാക്കന്മാര് മാത്രമല്ല ഒരു റാണിയും. അത് കേൾക്കുമ്പോ എല്ലാരും ചിരിക്കും. രോഹിത് വയ്ക്കും അപ്പൊ ഞാനോ?
ബോസ് പറയും, എടാ നീയല്ലേ ഇതിന്റെ നടത്തിപ്പുകാരൻ, എല്ലാത്തിന്റെ അധികാരി. അത് പറയുമ്പോ രോഹിത്തിനൊരു സന്തോഷം. ഈ ചതിന്റെ പിന്നിലുള്ള ഒരു ചതിയിലെ അത് സുസ്മിതയുടെ കണ്ണിൽ എങ്ങനെയുണ്ട്. ശ്യാമയ്ക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലാവുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടില് ശാരദാമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുറ്റടിച്ചു വരുമ്പോ ഉണ്ടാവും സദ്യയും പപ്പിയും കൂടെ. പിള്ളേരോ ഇതെന്താ നേരത്തെ വിട്ടോ? അപ്പോഴേക്ക് ശാരദാമ്മയെ എന്ന് വിളിച്ച് പപ്പി കരഞ്ഞോണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. പപ്പി മോൾ ഇങ്ങോട്ട് പോന്നോ? സത്യം പറയും, പപ്പിയുടെ അച്ഛനവിടെ ഒരു സ്നേഹവും ഇല്ല, വലിയ ബഹളാണമ്മേ. ശ്യാമാന്റിയെ തല്ലാനൊക്കെ ചെന്നോ? പപ്പിക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ പറഞ്ഞത്. ശാരദാമ്മ പറയും, അതൊക്കെ ശരി, പക്ഷേ പപ്പി ഇങ്ങോട്ട് വരുന്ന കാര്യം അവിടെ ആരോടെങ്കിലും പറഞ്ഞോ നിങ്ങള്? പപ്പിയെ കാണാതെ അമ്മ അവിടെ തിരക്കി നടക്കില്ലേ? പപ്പി പറയും, അതിവിടെ വന്നിട്ട് ശാരദാമ്മയെ കൊണ്ട് വിളിച്ചു പറയിക്കാന്ന് കരുതിയിട്ടാ. സത്യ പറയും, വേഗം വിളിച്ചു പറഞ്ഞോ, ഇനി അതിന്റെ പേരിൽ ഒരു പുലിവാൽ ഉണ്ടാവണം. വാ പപ്പി എന്ന് പറഞ്ഞ സത്യ പപ്പിയെ കൂട്ടിക്കൊണ്ട് പോകും. ഈ കുട്ടികളൊരു കാര്യം എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ പോയി ഫോൺ എടുത്ത് ശ്യാമയെ വിളിക്കാം. നീ ഇവിടെ മോളെ? ഞാനിതാ പപ്പി മോളെ കൂട്ടാന് സ്കൂളിലേക്ക് പോവാണമ്മേ. അമ്മ എന്താ വിളിച്ചത്? അവരെന്താ ഇവിടെ എത്തി, നീ അങ്ങോട്ട് പോകണ്ട. വീട്ടിലോ? ആ അതെ, നീ ഇങ്ങോട്ട് വാ, കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. ശരിയമ്മേ എന്ന് പറഞ്ഞ് ശ്യാമ കട്ട് ചെയ്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരിക. അങ്ങനെ നിൽക്കുമ്പോ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരും. ശാരദാമ്മ അങ്ങനെ ശ്യാമയെ വെയിറ്റ് ചെയ്ത് നിൽക്കണല്ലോ. ഇറങ്ങി വരുന്നത് ശാലിനി. ശാലിനിയോ? ഇതെന്താ മോളെ ഓട്ടോയില്? ശാലിനി പറയും, വിഷ്ണുവേട്ടൻ പെട്ടുപോയ സ്പിരിറ്റ് പ്രശ്നം വലിയ പ്രോബ്ലം ആയമ്മേ. എന്നോട് ലീവ് എടുത്ത് കുറച്ചു ദിവസം മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുക. കുഴപ്പമാണല്ലോ മോളെ, ഇതിപ്പോ മോളുടെ ജോലിയെ ബാധിക്കില്ലല്ലോ. അപ്പൊ ശാലിനി പറയും, ബാധിച്ചമ്മേ, അതുകൊണ്ടല്ലേ മാറി നിൽക്കാൻ പറഞ്ഞത്. ശാരദാമ്മ പറയും, ശത്രുക്കൾ നമുക്കെതിരെ നന്നായി കളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി രോഹിത് ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് പപ്പിത സ്കൂളിൽ നിന്ന് സത്യയോടൊപ്പം ഇങ്ങോട്ടാ വന്നത്. ശാലിനിക്കും എന്നിട്ടോ? ശാരദാമ്മ പറയും, ശ്യാമയെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. രോഹിത്തിനെ എങ്ങനെ വിട്ടാ പറ്റില്ല മോളെ. ശാലിനി പറയും, അവനെ നിയന്ത്രിക്കുന്നത് ഇപ്പൊ മുഴുവനും സുസ്മിതയാ. അവളുടെ കയ്യില് കീ കൊടുക്കുന്നൊരു പാവയാണ് ഇപ്പൊ രോഹിത്. അവൾ പറയുന്നതിനനുസരിച്ചാ അവന് ഈ ബഹളം മൊത്തം ഉണ്ടാക്കുന്നത്. അവൾക്ക് സപ്പോർട്ടായിട്ട് ചന്ദ്രബോസ് ഉപേന്ദ്രനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യാനൊരു മടിയില്ല. അങ്ങനെ നിൽക്കുമ്പോ ശ്യാമ വരും. ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ശാരദാമ്മയുടെ വയ്ക്കും, എന്ത് പണിയാ അമ്മ ഈ പപ്പി ചെയ്യുന്നത്? ഒരു വാക്കുപോലും പറയതല്ല അവൾ ഇങ്ങോട്ട് പോകുന്നത്. അമ്മ ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിലേ ഞാൻ അവിടെയൊക്കെ തിരക്കി നടക്കില്ലായിരുന്നോ? ശാലിനി പറയും, അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ ശ്യാമ പറയുന്നത്. ശ്യാമ പറയും, അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കാര്യം അയാളുടെ മനസ്സ് നിറയെ പകയാ എന്ന് വെച്ച് ഞാൻ മാറി നിന്ന അയാളും സുസ്മിതയും കൂടെ ഇതിലും വലിയ ചതി അവിടെ ചെയ്യും. അതിന് കൂട്ടായി ഉപേന്ദ്രനും ചന്ദ്രബോസും ഉണ്ട് അവിടെ. കുഞ്ഞേച്ചിക്കെതിരായിട്ട് വലിയൊരു ഗൂഢാലോചന തന്നെ ഇപ്പൊ നടക്കുന്നുണ്ട് അവിടെ. എന്റെ ജോലി സംബന്ധിച്ച ഒന്നെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശാലിനി പറയും, ആ പ്ലാൻ വിജയിക്കുകയും ചെയ്തു. ഞാനിപ്പോ നിർബന്ധിത ലീവിലാ. ശ്യാം ഇത് കേട്ട് ഞെട്ട്. ഭർത്താവിന്റെ സ്പിരിറ്റ് കടത്തല്ലേ ഭാര്യയ്ക്ക് പങ്കുള്ളതായിട്ട് വന്നു. മുഖം രക്ഷിക്കാനായിട്ട് കളക്ടർ കുറച്ചു ദിവസത്തേക്ക് ലീവിന് പോണെന്ന റവന്യൂ മന്ത്രിയുടെ തീരുമാനം. അത് നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ശാരദാമ്മ പറയും, ഈ തിരിച്ചടികൾക്കെല്ലാം മറുപടി കൊടുക്കാൻ വിഷ്ണു പുറത്തിറങ്ങിയേ പറ്റൂ. വിഷ്ണുവിന്റെ നിരപരാധിത്വം തെളിയിച്ച് ഇവന്മാരെയൊക്കെ നിലക്കി നിർത്താൻ അവനെ കൊണ്ട് കഴിയും. അതിലവൻ മറവിൽ നിന്ന് വെളിയിലേക്ക് വരണം മോളെ. ശാലിനി പറയും, അതിനുള്ള വഴിയാമേ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശത്രുക്കൾ ഓരോ ദിവസം കൂടുന്തോറും ശക്തരായിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് മുന്നിൽ പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് മാറണം. ശാരദാമ്മയ്ക്കും, അല്ല ഇനി നിന്റെ തീരുമാനം എന്താ? നീ പപ്പിയെ കൂട്ടി പോകുന്നുണ്ടോ? പപ്പിയെ കൊണ്ടുപോകണം അമ്മേ. ഇനി ഇല്ലെങ്കിലേ അതിന്റെ പേരിലായിരിക്കും ഇന്നത്തെ രോഹിത്തിന്റെ വഴക്ക്. പപ്പി മോളെ എന്ന് വിളിച്ച് ശ്യാമ അത്തേക്ക് പോകുമ്പോ ശാലിനി, ശ്യാമേ അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നല്ലേ പറയുന്നത്? ശ്യാമാരും പേടിച്ച് തന്നെ വളരട്ടെ, എന്നാലേ ജീവിതം എന്താന്ന് കുട്ടികൾ മനസ്സിലാക്കൂ. എന്നിട്ട് മോളെ വന്നേ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ പപ്പിയും സത്യയും കൂടെ അങ്ങോട്ട് വരും. വാ പോവാം എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോ പപ്പി തട്ടി മാറ്റിട്ട് പറയും, ഞാൻ അങ്ങോട്ട് വരുന്നില്ല അമ്മേ, ഞാൻ ഇവിടെ നിന്നോളാം, സത്യയോടൊപ്പം സ്കൂളിലേക്ക് പോയിക്കോളാം. ശ്യാമൻ ഞെട്ടു ആദ്യം. വേണ്ട, അവിടെ നിന്റെ അച്ഛനെ നോക്കിയിരിക്കുക, എനിക്ക് വയ്യ ഇനി അതിന്റെ പേരില് ചീത്ത കേൾക്കാനായിട്ട്, നീ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കുട്ടിയെ വലിച്ചു പിടിച്ചു കൊണ്ടുപോകുമ്പോ ചേച്ചിയമ്മയെന്ന് വിളിച്ച് ശാലിനിയുടെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. പറ ചേച്ചിയമ്മ, എന്നെ കൊണ്ടുപോകല്ലേ, ഞാൻ ചേച്ചിയമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം, എന്നെ പറഞ്ഞയക്കില്ല ചേച്ചിയമ്മ. ശാലിനിക്ക് അങ്ങ് സങ്കടാകും. പെറ്റമ്മയുടെ വയറ് അത് വേദനിക്കുമല്ലോ. ക്ഷമ ഇവളെ അതിൽ ക്ഷമ മുഖത്ത് വെക്കാതെ പറയും, കുഞ്ഞിച്ച് തടയരുത്, ഞാൻ ഇവിടെ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ശരിയാവില്ല. പപ്പിയെ കൂട്ടി ചെന്നില്ലെങ്കിൽ രോഹിത് എങ്ങനെ പ്രവർത്തിക്കാന്ന് എനിക്കറിയില്ല. പപ്പി വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് ആ ഓട്ടോയിൽ കൊണ്ടുപോയി ഇടും. കേറങ്ങോട്ട്, ചേച്ചിയമ്മ എന്നെ കൊണ്ടുപോയില്ലെന്ന് പറ എന്ന് പറഞ്ഞ് പപ്പി കരയുന്നുണ്ടെങ്കിലും ശ്യാമ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സത്യം പറയുന്നുണ്ട്, അമ്മ പപ്പിയെ കൊണ്ടുപോവില്ലെന്ന് പറ, അമ്മ പപ്പിയെ കൊണ്ടുപോവില്ലെന്ന് പറ. ഇതൊക്കെ കേട്ട് ശാലിനിക്ക് ആകെ മനസ്സ് തകർന്നു വേണേ. മിണ്ടാ നിക്കടി എന്ന് പറഞ്ഞ് ശ്യാമ മോളെ കൂട്ടി ഓട്ടോയിൽ കയറി പോകും. ഇപ്പോ ശാലിനി നിന്നിങ്ങനെ കരയുമ്പോ ശാരദാമ്മ പറയും, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ അവളുടെ കുഞ്ഞല്ലേ പപ്പി. ശാലിനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. സങ്കടത്തോടു കൂടി അകത്തേക്ക് കയറി പോവണേ. ശേഷം ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് സത്യം അവിടെ ഇങ്ങനെ നിക്കുക. പാവം പപ്പി അല്ല ശാരദാമ്മ. ഇതേ സമയം ശാലിനി അകത്ത് പോയിട്ട് എല്ലാം കൂടെ സങ്കടത്തിൽ നിൽക്കണേ. വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ, അല്ലാതെ ഇനി മുന്നോട്ട് പോവാൻ കഴിയില്ല. എല്ലാത്തിനും വിഷ്ണുവേട്ടൻ കൂടെ വേണം. പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടനെ ഭാമ ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കണേ. രാഘവേട്ടന് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഭാമ പറയും, പണ്ടൊക്കെ ഉപ്പിടാണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് വരെ കഴിച്ചിട്ടുണ്ട് ശാന്തേ, ഇപ്പൊ ഒരു 100 ഊറ്റാ. അപ്പൊ രാഘവേട്ടൻ പറയും, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ
മുന്നോട്ട് പോവാൻ ആകെ വേണ്ടത് നല്ല ഭക്ഷണവും പിന്നെ താമസിക്കാൻ ഒരു വീടുമാണ്. അതിലും മിക്ക വീട്ടിലും പ്രശ്നം ഉണ്ടാവുന്നത് ഭക്ഷണത്തെ ചൊല്ലിയാണേ. നല്ല കൈപ്പുണ്യമുള്ളത് ഒരു ഭാഗ്യം തന്നെയാ. അപ്പോഴായിരിക്കും അങ്ങോട്ട് 100 വരുന്നത്. ഒരു കാര്യം പറയാനുണ്ട്, കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ഒരു 10-300 ആൾക്കാരുണ്ടാകും. അവരുടെ ഒരു ഇവന്റിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ ആ ഫുഡ് അടിപൊളിയാണെങ്കിൽ അവരുടെ വേറെയും സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടും. നമുക്കൊരു കാറ്ററിംഗ് സർവീസ് ആയിട്ട് മുന്നോട്ട് പോവാം. രാഘവേട്ടൻ പറയും, അല്ല മോളെ, അതൊക്കെ വലിയ വലിയ പരിപാടികളല്ലേ, അതൊക്കെ ഇവരെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ആ ശാരദയ്ക്കായിരുന്നെങ്കിൽ ഭംഗിയായിട്ട് ചെയ്തേനെ. ഭാമയ്ക്കും അതെന്താ, ഞങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഭക്ഷണമല്ലേ? രാഘവേട്ടൻ പറയും, അതല്ല, നൂറ് പറഞ്ഞു കേട്ടില്ലേ, വായിക്ക് രുചിയായിട്ട് വേണം എന്തെങ്കിലും കൊടുക്കാൻ. അപ്പൊ ശാന്തേച്ചി പറയും, സത്യമേ കൊടുക്കാന്ന് പറ, ഞാനുണ്ടല്ലോ. ശാരദാമ്മ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ടേസ്റ്റ് ആയിട്ട് നമുക്കും ചെയ്യാന്നേ. എല്ലാവരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് നിന്നാ മതി. അപ്പൊ നൂറ് പറയും, അതിനെ ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാകും. ശാന്തേച്ചി പറയും, എനിക്ക് പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞോ സത്യമേ, ഭക്ഷണം നമുക്ക് നല്ല രുചിയായിട്ട് തന്നെ കൊടുക്കാം. എന്നാ പിന്നെ ഞാൻ പറയട്ടെ. അപ്പോ ഭാമയ്ക്കും, അല്ല ശാന്ത, ഇതൊക്കെ എങ്ങനെയാ, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ രാഘവേട്ടൻ പറയും, ഇങ്ങനെയെന്നല്ല, ഒന്നും ചെയ്തിട്ടില്ല, ശാന്ത തന്നെ എല്ലാം നോക്കേണ്ടി വരും. ശാന്തേച്ചിയുടെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. എങ്കിലും ഭാമയോട് പറയും, നമുക്കിത് നടത്താൻ സത്യമേ, ധൈര്യമായിട്ട് പറഞ്ഞു മോളെ. ശരി സത്യമേ, പാർട്ടിയുടെ അഡ്വാൻസ് ആയിട്ട് വരാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നൂറ് അവിടുന്ന് പോകും. പൊന്നി അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഭാമ പറയും, ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കാം. ശാന്തേച്ചി പറയും, ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ സത്യമേ. ഇത് മാത്രമല്ല, ചെറിയ ചെറിയ കല്യാണങ്ങളൊക്കെ പിടിക്കാം. അപ്പൊ ഭാമ പറയും, എല്ലാം ശാന്തയുടെ കയ്യിലാണേ. അപ്പൊ ശാന്തേച്ചി പറയും, മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം നാളെ ചെയ്യാം. ഇന്നൽപ്പം നേരത്തെ ചെന്നിട്ടില്ലെങ്കിൽ ആ റേഷൻ കട അടയ്ക്കും. ഭാമ പറയും, എങ്കിൽ പൊക്കോ. അങ്ങനെ ശാന്തേച്ചി പൊന്നിയോടും പറഞ്ഞ് അവിടുന്ന് പോവും. അയ്യോ, ഒരു കാര്യം മറന്നല്ലോ എന്ന് പറഞ്ഞ് ഭാമ പിന്നാലെ പോവണേ. രാഘവേട്ടനോട് ഉമ്മർത്തുണ്ട്. അങ്ങനെ രാഘവേട്ടനോട് പറഞ്ഞു ശാന്തേച്ചി പോകുമ്പോഴായിരിക്കും ഭാമ അങ്ങോട്ട് വരുന്നത്. ശാന്തേ, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കണേ, നാളെ നേരത്തെ വരണേ. അങ്ങനെ വരാന്ന് പറഞ്ഞ് ശാന്തേച്ചി അവിടുന്ന് പോവും. രാഘവേട്ടൻ അപ്പൊ പറയും, എന്റെ ഭാമയെ എത്ര നേരം ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് വയറ് കത്തിക്കേറുക, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ താ. അത് കേൾക്കുന്ന ഭാമ എങ്ങ് ഞെട്ടും, കഴിക്കാനോ? രാഘവേട്ടൻ പറയും, അല്ല, വലിച്ചെറിഞ്ഞ് കളയാം. ഭക്ഷണം കഴിച്ചിട്ട് എത്ര നേരമായി, ഇപ്പൊ തരാന്ന് പറയല്ല, നീ എനിക്ക് എടുത്തു തരുന്നില്ലല്ലോ. ഭാമ പറയും, എന്റെ രാഘവേട്ടാ എന്തൊക്കെയാ പറയുന്നത്, ഇപ്പൊ ഇരുന്ന് കഴിച്ചതൊക്കെ ആരാ? കഴിച്ചെന്നോ? ഞാനോ? എപ്പോ? ഭാമ പറയും, പിന്നുള്ളതാരാ, ഞാനോ? ഞാൻ കഴിച്ചെന്നോ? ഭാമ പറയും, പിന്നല്ലാതെ, കറി മോശമാണെന്ന് പറഞ്ഞ് ഭക്ഷണം ഇരുന്ന് കഴിച്ചത് രാഘവേട്ടനല്ലാതാരാ? ഞാനോ? ഞാൻ കഴിച്ചെന്നോ എന്ന് പറഞ്ഞ് രാഘവേട്ടൻ അങ്ങനെ ഇരിക്കും. ഈ ഒരു അവസ്ഥ കണ്ട് ഭാമ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. രാഘവേട്ടനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം മറന്നു പോവാണേ. ഈ ഒരു അവസ്ഥയിലെ ഭാമ വളരെ ദുഃഖിതയാണ്. ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത എപ്പിസോഡിൽ ഒരുപക്ഷെ ശാലിനി എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ പുറത്തേക്ക് കൊണ്ടുവരായിരിക്കും. പിന്നെ ഇനി വരാൻ പോകുന്നത് ഒരു യുദ്ധം തന്നെ. ആ യുദ്ധത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്